ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ ടീച്ചേഴ്സിന് മാത്രമല്ല പേരൻസിനും വളരെ യൂസ്ഫുൾ ആണ്. ഗ്രേഡ് അനുസരിച്ചുള്ള ആയിരക്കണക്കിന് റീഡിംഗ് പാസേജസ്, റെഡിമെയ്ഡ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്, വൊക്കാബുലറി സപ്പോർട്ട്, ഓഡിയോ റീഡിംഗ്, മാത്രമല്ല പ്രോഗ്രസ് ട്രാക്കിങ്ങും ഉണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു അടിപൊളി ഫ്രീ റീഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ സ്റ്റുഡൻസിന് അവരുടെ ഗ്രേഡിനും അവരുടെ റീഡിംഗ് ലെവലിനും അനുസരിച്ചിട്ടുള്ള പാസേജ് അസൈൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങളൊരു പേരൻ്റ് ആണെങ്കിൽ ദിവസവും വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് റീഡിംഗ് പ്രാക്ടീസ് കൊടുക്കാനും അവരുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ മെച്ചപ്പെടുത്താനും ഈ പ്ലാറ്റ്ഫോം വളരെ യൂസ്ഫുള്ളാണ്. ഈ ഫ്രീ റീഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് redworks.com. തീർച്ചയായിട്ടും ഈ ഒരു ടൂൾ നിങ്ങളുടെ കുട്ടികളുടെയും സ്റ്റുഡൻസിൻ്റെയും റീഡിംഗ് ജേർണി എളുപ്പവും എഫക്റ്റീവുമാക്കാൻ സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ കിൻഡർഗാർട്ടൻ മുതൽ ഗ്രേഡ് 12 വരെയുള്ള സ്റ്റുഡൻസിന് വേണ്ട റീഡിംഗ് മെറ്റീരിയൽസ് നമുക്കിവിടെ നിന്ന് ലഭിക്കും. ഗൂഗിളിൽ ആദ്യം redworks.com എന്നടിച്ചു കൊടുത്ത് ആദ്യം വരുന്നതിൽ എഡ്യൂക്കേറ്റർ ഓർ പേരൻറ്റ് ലോഗിൻ കൊടുക്കണം. എന്നിട്ട് അതിൽ നമ്മുടെ മെയിൽ ID പാസ്വേഡ് കൊടുത്തിട്ട് നമുക്കത് ഓപ്പൺ ആക്കാൻ സാധിക്കും. സയൻസ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, കറണ്ട് അഫെയർസ്, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിലുള്ള പാസേജസും നമുക്കിവിടുന്ന് ലഭിക്കും. കണ്ടൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൈഡിലായിട്ട് കണ്ടൻറ്റ് ടൈപ്പ് കാണാൻ പറ്റും. അതിൽ റീഡിംഗ് പാസേജസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റീഡിംഗ് പാസേജസ് കാണാൻ പറ്റും. ഞാൻ ഇതിൽ ഒരു പാസേജ് ക്ലിക്ക് ചെയ്യുക, അതിന് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഏത് ഗ്രേഡിലുള്ളവർക്കുള്ള പാസേജ് ആണെന്ന്. ആ പാസേജ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓഡിയോ റീഡിംഗ് കാണാൻ പറ്റും. ആ ഓഡിയോ കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വേർഡ്സും വായിക്കാൻ പറ്റും. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് വൊക്കാബുലറി ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസും ഉണ്ട്. നമ്മളൊരു പാസേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിന് മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കുട്ടികൾക്ക് മാത്രമായിട്ടോ നമുക്കത് അസൈൻമെൻറ്റായിട്ട് കൊടുക്കാൻ പറ്റും. അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഡേറ്റും ടൈമും ഒക്കെ നമുക്കതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. അതിനു മുമ്പായിട്ട് ക്ലാസ് റൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ഇതിനായിട്ട് മുകളിൽ കാണുന്ന ക്ലാസ് അഡ്മിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിൽ ക്രിയേറ്റ് ന്യൂ ക്ലാസ് കൊടുത്തിട്ട് അതിൽ ഗ്രേഡും ക്ലാസ് നെയിമും കൊടുക്കണം. ക്ലാസ് നെയിമിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളാണോ ഉള്ളത് അത്രയും കുട്ടികളുടെ പേര് നിങ്ങൾ ആൽഫബറ്റിക് ഓർഡറിൽ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യണം. അതിനുശേഷം കുട്ടികൾക്ക് സ്ക്രീനിൽ കാണുന്ന ലിങ്ക് അയച്ചു കൊടുക്കുക, അവരുടെ ക്ലാസ് കോഡും ഇൻഡിവിജ്വൽ പാസ്വേഡും അയച്ചു കൊടുക്കുക. സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് അവരുടെ നെയിമിൽ ക്ലിക്ക് ചെയ്ത് അവരുടെ പാസ്വേഡ് അടിച്ച് അവരുടെ അസൈൻമെൻറ്റ് ചെക്ക് ചെയ്യാം. നമുക്കാണെങ്കിൽ അസൈൻമെൻറ്റ്സ് ആൻഡ് പ്രോഗ്രസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രോഗ്രസ് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ആരൊക്കെ അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു, ഇനി എത്ര പേര് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, എത്ര സ്കോർ ഓരോരുത്തർക്കും കിട്ടി എന്നൊക്കെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കൂടുതൽ സപ്പോർട്ട് വേണ്ട സ്റ്റുഡൻസിനെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. ടീച്ചേഴ്സിന്, പ്രത്യേകിച്ച് പ്രൈമറി ടീച്ചേഴ്സിനും ഇംഗ്ലീഷ് ടീച്ചേഴ്സിനും ഇത് വളരെ പ്രയോജനപ്പെടും. പേരൻസിനും വീട്ടിൽ കുട്ടികളുടെ റീഡിംഗ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനും ഇത് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.